തന്റെ പൊന്നുമോളെ വളർത്തിയതുപോലെ ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പയുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടല്ലോ, നിന്റെ പൊന്നാര മകളെ വളർത്തിയ ഒരിക്കലും അവള് പിഴച്ചു പോകൂല, ഒരിക്കലും അവളെ നിന്നെ നാണം കെടുത്തൂല, ഒരിക്കലും അവള് കണ്ടവന്റെ കൂടെ ഓടൂല. എന്റെ പൊന്നു പെങ്ങള്, നീ പാപം ചെയ്താ നിന്റെ പൊന്നുമോള് നിനക്ക് തിരിച്ചു തരും പെങ്ങള്. വാപ്പാ നിന്റെ ജീവിതത്തിൽ പിഴവ് സംഭവിച്ചാൽ ആ പൊന്നുമോള് പറഞ്ഞു തരും, വാപ്പാ ഇത് പാപവാ, ഇത് പാപവാ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. നിന്റെ തെറ്റുപോലും നിന്റെ മക്കളെ തിരുത്തി തരുന്ന അവസ്ഥ. അതുകൊണ്ട് പ്രവാചകനെ കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക. പോയ ഒരാള് വന്ന് കച്ചവടം മുടങ്ങൂല, എന്റെ പൈസ പോകില്ല, എടാ പൊട്ടനാവാതെ ചങ്ങാതി. അല്ല പറഞ്ഞ എന്താ, ഞാൻ തരാന്നല്ലേ. നിനക്ക് കട തന്നതാരാ? കച്ചവടം തന്നതാരാ? വോട്ട് തന്നതാരാ? മീൻ തരുന്നതാരാ? പൈസ തരുന്നതാരാ? ആരോഗ്യം തരുന്നതാരാ? അല്ല. എല്ലാം തരുന്നത് അല്ല. അല്ല വിളിച്ചിട്ട് പോകാതിരുന്നാലോ, അല്ല വിളിച്ചിട്ട് നീ പോകാതിരുന്നാലോ, ഈ അല്ലാഹ്ക്ക് ഒന്നുകൂടെ അറിയാം. തരാൻ മാത്രമല്ല അറിയുന്നത്, ആ തന്നത് തിരിച്ചെടുക്കാനും അല്ലാഹ്നറിയാം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ല കാക്കുമാറാകട്ടെ. ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം വന്നാൽ വീടുണ്ടോ, കാറുണ്ടോ, ബോട്ടുണ്ടോ, കടയുണ്ടോ, പോയി മൊത്തം. ഒരൊറ്റ രോഗം വന്ന എടാ, നീ നിസ്കരിക്കാൻ പോലും പള്ളിയിൽ കയറാത്ത നിന്നെ പള്ളിയുടെ മുമ്പിൽ കൊണ്ടിരിക്കും, ഇങ്ങനെ ബക്കറ്റും വെച്ചിട്ട് വല്ലതും തരണേ, വല്ലതും തരണേ. അത് അല്ലാഹ്ക്കറിയാം. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. എരന്ന് വാങ്ങരുത്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹ്ക്ക് രണ്ടും അറിയാം. തരാൻ മാത്രമല്ല, തന്നത് തിരിച്ചെടുക്കാനും അല്ലാഹ്ക്കറിയാം. വെറുതെ എട്ടിന്റെ പണി വാങ്ങരുത്. അതുകൊണ്ട് സഹോദര, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുന്ന കാലത്തോളം അല്ലാഹു ഒരിക്കലും നിന്റെ വീട്ടിൽ അന്നം മുടക്കൂല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.